ഇന്ത്യൻ ഓൾറൗണ്ടറും വൈസ് ക്യാപ്റ്റനുമായ ഹാർദിക് പാണ്ഡ്യയെ സമീപകാലത്ത് ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ള ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം ഇർഫാൻ പത്താനായിരിക്കും. IPL മുംബൈ ഇന്ത്യൻസിനെ ഓരോ മത്സരവും തോറ്റുകൊണ്ടിരിക്കുമ്പോഴും ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യയെ വിമർശിച്ചും പരിഹസിച്ചും ഇർഫാൻ രംഗത്ത് വന്നു. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായി അദ്ദേഹം നിയമിച്ചപ്പോഴും ഇർഫാൻ ഇതിനെ ചോദ്യം ചെയ്തു. ഇപ്പോഴത്തെ ഹാർദിക്കിനെ ഒരു തരത്തിൽ വിമർശിച്ചതിന് കാരണം അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇർഫാൻ ഉൾപ്പെടെ IPL സീസണിൽ തന്നെ നിരന്തരം വിമർശിക്കുകയും പ്രകടനത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യിപ്പിക്കുന്നവർ വായടപ്പിക്കുന്ന പ്രകടനമാണ് T20 ലോകകപ്പിൽ ഹാർദിക് കാഴ്ചവെച്ചത്. ടൂർണമെന്റിൽ ടീമിന്റെ തുറുപ്പുചീട്ടുകളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. ഫൈനലിൽ ഉൾപ്പെടെ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഹാർദിക്കിനെ തുടർച്ചയായി വിമർശിച്ചതിന് പിന്നിലുള്ള കാരണത്തെക്കുറിച്ചും ഇർഫാൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ IPL പ്രതീക്ഷിക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയത് മാത്രമാണ് ഹാർദിക്കിനെ വിമർശിച്ചതെന്നാണ് ഇർഫാൻ പത്താന്റെ വിലയിരുത്തൽ. ഹാർദിക്കിനെ സംബന്ധിച്ച് T20 ലോകകപ്പിലേത് ഒരു സ്പെഷ്യൽ യാത്രയായിരുന്നു. എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളും ഏറ്റുവാങ്ങിയ ശേഷം എത്തിയാണ് അദ്ദേഹം ഇത്തരൊരു പ്രകടനം കാഴ്ചവെച്ചത്. ഹാർദിക്കിനെ വിമർശിച്ചവരിൽ ഒരാളായിരുന്നു ഞാൻ. കാരണം IPL സമയത്ത് അദ്ദേഹം നന്നായി പെർഫോം ചെയ്തിരുന്നില്ല. ആ സമയത്ത് ഒരുപാട് പിഴവുകളും ഹാർദിക് വരുത്തിയെന്നും ഇർഫാൻ ചൂണ്ടിക്കാട്ടി. IPL മോശം പ്രകടനത്തിന് ശേഷം എത്തിയ T20 ലോകകപ്പിൽ വിജയിക്കുന്ന പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു. തന്റെ കഴിവ് എന്താണെന്ന് ലോകത്തിന് കാണിക്കുകയും ചെയ്തു. രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ എന്നിവരോടൊപ്പം ഇന്ത്യൻ ടീമിൽ ഒരു വ്യത്യസ്തമുണ്ടാക്കാൻ ടൂർണമെന്റിൽ ഹാർദിക്കിന് കഴിഞ്ഞുവെന്നും ഇർഫാൻ കൂട്ടിച്ചേർത്തു. 2022-23 സീസണുകളിൽ IPL ഉജ്ജ്വലമായി ഗുജറാത്തിനെ നയിച്ചതിനു ശേഷമാണ് ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിലേക്ക് തിരികെ എത്തിയത്. എന്നാൽ ആ തിരികെ എത്തൽ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയതിന് പലതരം വിമർശനങ്ങളും ഉയർന്നു. ഇത് മുംബൈ ആരാധകരെ രോക്ഷാകുലരാക്കുകയും കൂടാതെ രോഹിത്തിനും ടീം മാനേജ്മെന്റിനും മധ്യയുള്ള തർക്കത്തിൽ ഇത് എത്തിപ്പെടുകയും ചെയ്തു. മാത്രമല്ല രോഹിത്തിനെ അനുകൂലിക്കുന്ന സീനിയർ താരങ്ങളും ഹാർദിക്കിനെ അനുകൂലിക്കുന്ന സീനിയർ താരങ്ങളും എന്നിങ്ങനെ ടീം രണ്ടായി പിളർന്നു. ബുംറ എന്നിവരുണ്ടായിട്ടും ടൂർണമെന്റിൽ യാതൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനും സാധിച്ചില്ല. മുംബൈക്കകത്ത് രണ്ട് വ്യത്യസ്ത ടീം രൂപീകരിക്കപ്പെടാനും ഇത് കാരണമായി. എന്നാൽ അതിനെല്ലാം വലിച്ചു കീറുന്ന തരത്തിലാണ് ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനം ശരിക്കും ഇന്ത്യക്ക് മാച്ച് വിന്നിംഗ് ടേണിംഗ് പോയിന്റായി മാറിയത്. സീസണിൽ ഏറ്റവും ആദ്യം പ്ലേ ഓഫ് കാണാതെ പുറത്തായ ടീമിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഇന്ത്യൻ താരത്തിലേക്ക് ഹാർദിക് മാറുകയും ചെയ്തു.